കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പോഷറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ആൻസൈറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് എക്സ്പോഷർ ആൻഡ് ഡീസെൻസിറ്റൈസേഷൻ, അല്ലെങ്കിൽ എക്സ്പോഷർ തെറാപ്പി എന്ന് പറയും. ഇനി അതിനോട് കണക്ട് ചെയ്ത് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് അമിഗ്ഡാല എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ ഒരു ഭാഗം. ആൽമണ്ട് ഷേപ്പിൽ ഇരിക്കുന്ന ബ്രെയിനിലെ ഒരു ചെറിയൊരു പാർട്ടാണ് ഈ അമിഗ്ഡാല എന്ന് പറയുന്നത്. നമ്മുടെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടാണ് ഈ അമിഗ്ഡാല. അതുപോലെ തന്നെ അമിഗ്ഡാലനെ റഡാറായിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ചുറ്റുപാടും നമ്മൾക്ക് അപകടമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് എപ്പോഴും നോക്കിയിരിക്കുന്ന ഒരാളാണ് അമിഗ്ഡാല. ഒരു സെക്കൻഡിൽ ആയിരക്കണക്കിന് ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്ത് അതിലെന്തെങ്കിലും അപകടമുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് അമിഗ്ഡാല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് അപകടമായിട്ട് അതിന് തോന്നിക്കഴിഞ്ഞാൽ, ഫീൽ ചെയ്താൽ ഉടനെ തന്നെ ആൻസൈറ്റി അലാം പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആൻസൈറ്റി അലാം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആക്ടിവേറ്റഡ് ആവും. പലപ്പോഴും റിയൽ ത്രെട്ട് ഇല്ലാതെ തന്നെ അമിഗ്ഡാല ആൻസൈറ്റി അലാം പ്രൊഡ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. അതാണ് ആൻസൈറ്റി ഡിസോർഡർ ആയിട്ട് മാറുന്നത്. ആ സമയത്ത് നമ്മുടെ ബോഡി സ്ട്രെസ് റെസ്പോൺസിൽ കയറി നമുക്ക് കുറേ ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാവും. ആൻസൈറ്റി അലാം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ മാറ്റങ്ങളെല്ലാം ശരീരത്തിൽ ഉണ്ടാവും. അമിഗ്ഡാല ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ അറിവ് നമ്മൾ ആൻസൈറ്റിനെ ഓവർകം ചെയ്യാൻ ഒരു സഹായമായിട്ട് മാറും.